ഗോവിന്ദൻ ചാമിയുടെ മരണം കേട്ടിട്ട് വേണം എനിക്കും മരിക്കാൻ. ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ആർക്കും വേണ്ടി കാത്തിരിക്കാൻ. ഇവൻ്റെ മരണം അതെനിക്ക് കാത്തിരിക്കാം. അത് ഞാൻ കാത്തിരിക്കുകയാണ് അത് കേൾക്കാൻ വേണ്ടി. ഗോവിന്ദൻ ചാമി ജയിലിൽ ചാടിയത് മുതൽ വലിയ ഭീതിയിലും വിഷമത്തിലായിരുന്നു സൗമ്യയുടെ അമ്മ. ഇപ്പോൾ ഏതായാലും സൗമ്യയുടെ അമ്മ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അമ്മ, ഗോവിന്ദൻ ചാമി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. ഒരാശ്വാസമായല്ലേ? ഒരാശ്വാസമാണ്, വലിയൊരു ആശ്വാസമാണ്. ഒരാശ്വാസമല്ല, വലിയൊരു ആശ്വാസമാണ്. അവൻ പിടിക്കപ്പെട്ടു എന്നുള്ളൊരു തന്നെ വലിയൊരു ആശ്വാസമാണ്. കാരണം പിന്നെ ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടാൻ തന്നെ അവനെ ഒരാൾ സഹായിക്കാതെ ഒരിക്കലും അവനതൊന്നും പുറത്ത് ചാടാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു ജയിലാണ്, ഇത്രയും വലിയൊരു ജയിലിൻ്റെ ഉള്ളിലാണ് അവനെ, കമ്പിയുടെ ഇടയിലാണ് അവനെ കടത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് അവൻ രക്ഷപ്പെട്ട് വരണ ചേർച്ചിട്ടുണ്ടെങ്കിൽ അതിനവനൊരു സഹായം ഇല്ലാതെ ഒരിക്കലും അവന് അവിടെ നിന്ന് പോരാൻ പറ്റില്ല. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പം അവൻ പുറത്തിറങ്ങിയിട്ട് ഇത്ര നേരം കൊണ്ട് പിടിച്ച് ഞാൻ ഈ വിവരം രാവിലെ ഈ ന്യൂസ് കേട്ടപ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, എന്തായാലും അവൻ കണ്ണൂർ വിട്ട് പോയിട്ടില്ല. കണ്ണൂർ വിട്ട് അവന് പോകാനുള്ള സമയമായിട്ടില്ല. അത് കാരണം കൊണ്ട് പോലീസുകാരെല്ലാവരും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസുകാരെല്ലാവരും ഇറങ്ങിയാൽ പോലും അവിടെയുള്ള ജനങ്ങൾ അവനെ പിടിക്കും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങൾ അത്ര ഇതാണ്. സൗമ്യം മറന്നിട്ടില്ല അവർ. സൗമ്യം മറക്കാത്തോടത്തോളം കാലം വരെ ഈ ഗോവിന്ദൻ ചാമി എന്ന് പറഞ്ഞ ആളെ അവർ മറക്കൂല്ല. അപ്പോൾ എവിടെ വെച്ച് അവനെ കണ്ടാലും അവർ പിടിച്ചിരിക്കും, അത് ഉറപ്പാണെന്നുള്ളത് ഞാൻ രാവിലെ പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നടന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവനെ പിടിച്ചില്ലേ, ഇത്രയും മണിക്കൂർ കൊണ്ട്. അവന് ഓടുന്നു ഈ ഒരു കയ്യും വെച്ച് അവനെ കിണറ്റിൽ ചാടിയ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. അപ്പം എന്നിട്ടും നമ്മളെ ജനങ്ങൾ വിട്ടില്ല. പോലീസുകാർക്ക് പിന്നെ ഒരു പരിധിയുണ്ട് കൈവയ്ക്കാം, പക്ഷെ ജനം അവനെ കൈവച്ചു അല്ലേ. അതാണ് ജനം മതി, അവനെ തീർക്കാൻ ജനം മതി. പോലീസുകാരും നമുക്ക് ആ കാര്യത്തിൽ പറയാൻ പറ്റില്ല, പിന്നെ അവരെ കാക്കിയല്ലേ. സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ചക്കാർ ഉണ്ടായിട്ടുള്ള സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഇത് പിന്നെ വീഴ്ച വന്ന കാരണം കൊണ്ടാണ് ഇവന് ജയിലിൽ ചാടാൻ പറ്റിയത്. അല്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ നല്ല രീതിയിൽ അത് കൊണ്ട് നടന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നമ്മളിപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അവർക്ക് അവിടെ തെറ്റ് പറ്റി. ആ തെറ്റ് എവിടെയാണെന്നുള്ളത് അവർ തിരുത്തിയിട്ട് അവരത് ഇതാവണം. അതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും. എന്തായാലും ഞാൻ അവന് തൂക്കുകയറ് തന്നെ അതിൻ്റെ പിന്നാലെ പോവുക. ഇതൊന്ന് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പിന്നാലെയാണ്. ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള നീക്കത്തിലേക്ക് വധശിക്ഷ തന്നെ ഞാൻ അവന് പറ്റുള്ളൂ. ഇനി ഇവനിപ്പോൾ ഈ തൂക്കുകയറെന്ന് പറഞ്ഞത് അല്ല, അതിനുള്ളിൽ ഇനി ജീവിതകാലാവസാനം വരെ കിടക്കുക എന്ന് പറഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ ഇവൻ ഇതിലും അപ്പുറം ഇനി വരുമ്പോൾ പിന്നെ അറിയുമെന്ന് തന്നെ അറിയില്ല ആൾക്കാർക്ക്. ഇപ്പം തന്നെ അവനെ അറിയാൻ പറ്റാത്ത രീതിയിൽ അവൻ മാറിയിരിക്കണം. പിന്നെ ആ മിടുക്കനെ ഞാൻ സമ്മതിച്ചു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ എന്നിട്ടും അവൻ ആ പേരെടുത്ത് വിളിച്ചപ്പം അവൻ ആരായാലും വേണ്ടിയില്ല, അവനോടൊരു നന്ദി തന്നെ പറയട്ടെ. ആ ഒരു ഇതുകൊണ്ടാണല്ലോ ഇപ്പം എല്ലാവരും അറിഞ്ഞത്. അവനോട് തന്നെ നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഈ ജയിൽച്ചാട്ട വിവരം പറഞ്ഞപ്പോൾ ഒരുപാട് പെൺകുട്ടികളുടെ മുഖം മനസ്സിൽ വന്നു. തീർച്ചയായിട്ടും എനിക്കത് ഞാൻ 15 വർഷം ഇത്രയും മാസമായിട്ടും ഞാൻ അനുഭവിച്ചിരിക്കുന്ന ഒരു വേദനയാണ്. അതിൻ്റെ മരണം വരെ എൻ്റെ മരണം വരെയല്ല, ഗോവിന്ദൻ ചാമിയുടെ മരണം വരെ. അതാണ് എൻ്റെ വാക്ക്. ഗോവിന്ദൻ ചാമിയുടെ മരണം കേട്ടിട്ട് വേണം എനിക്കും മരിക്കാൻ. ഞാൻ ഈ ഭൂമിയിൽ ഇപ്പോൾ ആർക്കും വേണ്ടി കാത്തിരിക്കാൻ. എൻ്റെ മകനും പോയി, മകളും പോയി, എല്ലാവരും പോയി. ഞാൻ ആർക്കും വേണ്ടി കാത്തിരിക്കാനില്ല. അപ്പം ഇവൻ്റെ മരണം അതെനിക്ക് കാത്തിരിക്കുക. അത് ഞാൻ കാത്തിരിക്കുകയാണ് അത് കേൾക്കാൻ വേണ്ടി. പക്ഷെ അതിങ്ങനെയല്ലായി കേട്ടുപോയെന്ന് മാത്രം. ഇല്ല, അത് അടുത്ത് സംഭവിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ ആർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.